പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീന്റെ സ്റ്റാഫിൽ സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം മുൻ ജില്ലാ പ്രസിഡന്റ് കെ അഷ്റഫിനെയാണ് സ്റ്റാഫിൽ എടുത്തത്. നിലവിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സ്റ്റാഫിൽ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് MSF നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ നിയമനം. മൃഗങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുകയാണ്. ശിവദാസ്, ഇതിനോടകം തന്നെ വലിയ ഇതിലുള്ള പൊട്ടിത്തെറികൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. ഇതിനിടെയാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് കയറിപ്പറ്റുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മത മൗലികവാദ സംഘടനകളെ ചേർത്ത് പിടിക്കുകയാണ് UDF സർക്കാർ. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മന്ത്രിയുടെ സ്റ്റാഫിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനെ കയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യൂത്ത് ലീഗും MSF ഭാരവാഹികളും അടക്കം പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ തങ്ങൾക്ക് പരിഗണന നൽകുന്നില്ല എന്ന് പറഞ്ഞ് പ്രമേയം അടക്കം അവതരിപ്പിച്ചിരുന്നു. വ്യാപകമായി തന്നെ പരസ്യമായി തന്നെ അവർ പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും അവരെ പരിഗണിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മതമൗലികവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവിനെ തന്നെ മന്ത്രിയുടെ സ്റ്റാഫായി മാറ്റിയിരിക്കുന്നത്. ഓഫീസ് അറ്റൻഡന്റ് പദവിയിലാണ് നിലവിൽ നിയമനം നൽകിയിരിക്കുന്നത്. നിലവിൽ SIയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ അഷ്റഫിനെയാണ് ഇത്തരത്തിൽ സ്റ്റാഫിൽ നിയമനം നൽകിയിട്ടുള്ളത്. നിലവിൽ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണ് വെൽഫെയർ പാർട്ടി. അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് കെ അഷ്റഫ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് മന്ത്രിയുടെ സ്റ്റാഫിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ മന്ത്രിയുടെ സ്റ്റാഫിൽ ഇത്തരത്തിൽ സ്റ്റാഫായി നിയമിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മതമൗലികവാദ സംഘടനകൾ എത്രത്തോളം അവരെ അധികാരത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചു എന്നതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള നിയമനം എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ UDFന് പിന്തുണ നൽകിയിരുന്നു. പരസ്യമായി തന്നെ ആ പിന്തുണ VD സതീശൻ അടക്കമുള്ളവർ അത് സ്വീകരിക്കുന്ന സാഹചര്യവും നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. അതിന്റെ കൃത്യമായ പ്രതിഫലം കൂടിയാണ് ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു നിയമനം അടക്കമുള്ള കാര്യങ്ങൾ. രാഖി, എന്തായാലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഇതിനോടകം തന്നെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിലൊരു സ്റ്റാഫിൽ എടുത്തത് സംബന്ധിച്ചുള്ള നിയമനം സംബന്ധിച്ചുള്ള വിഷയം വലിയ വിവാദമായി മാറുന്നത്. ശിവദാസ് കർമ്മനമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.